കണ്ടിട്ടുണ്ടോ? പണ്ട് ആൾക്കാർ വരമ്പ് പോലെ കെട്ടി അതിനകത്ത് വെള്ളം കെട്ടി ചേർക്കും. ഒരു കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത് ഈ ക്യൂറിങ്ങിലൂടെ. അത് ക്യൂറിങ് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് 24 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് 24 മണിക്കൂറല്ല, അതിന് മുമ്പ് തന്നെ സ്ലൈറ്റ്ലി നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. 6 മണിക്കൂറിന് ശേഷം പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മൾ 24 മണിക്കൂർ കഴിയുമ്പോഴത്തേന് വെള്ളം കൃത്യമായിട്ട് കോൺക്രീറ്റിന് കൊടുക്കുക. എത്രയും കോൺക്രീറ്റിന് വെള്ളം കൊടുക്കാമോ അത്രയും നല്ലത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോഴത്തേന് വെള്ളം അടിയങ്ങ് നിർത്തും. ഇതങ്ങനെയല്ല. ഇത് അതിന്റെ മേളിൽ വരമ്പ് പോലെ കണ്ടിട്ടുണ്ടോ? പണ്ട് ആൾക്കാർ വരമ്പ് പോലെ കെട്ടി അതിനകത്ത് വെള്ളം കെട്ടി ചേർക്കും. പിന്നെന്ന് പറഞ്ഞാൽ ചാക്ക് നനച്ചു, ചണച്ചാക്ക്, പണ്ടത്തെ ചണച്ചാക്ക് നനച്ച്, അങ്ങനെ അതൊക്കെ ഒരു നല്ലൊരു ഇതാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 15 ദിവസമെങ്കിലും മിനിമം കറക്റ്റായിട്ട് ക്യൂറിങ്. 21 ഡേയ്സ് ആണ് അതിന്റെ ക്യൂറിങ്. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ വരുന്ന വർഷങ്ങളിലൊക്കെ ഈ പൊട്ടലും വിള്ളലും അല്ലേ? അതെ അതെ, അതായത് സ്ട്രിങ് ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടിട്ടുണ്ടോ ചെറിയ നൂല് പോലെ ലൈൻ വേണം. അത് അതെ, അതായത് ഈ ക്യൂറിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ക്യൂറിങ് കറക്റ്റ് ആണെങ്കിൽ ഇതങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല.